അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ മദീന ഏതെന്നറിയോ? എന്റെ പട്ടണത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മദീനത്തിന്റെ കാലാവസ്ഥ പോലും വല്ലാത്ത ഭീകരമായ കാലാവസ്ഥയാണ്. ലാ യസ്ബിറു അഹദുൻ അലാ ശിദ്ദതിഹാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ആ മദീനയുടെ കാലാവസ്ഥയുടെ കാഠിന്യം സഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ താമസിച്ചാൽ ഇല്ലാ കുന്തു ലഹു ശഫീഉൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. ആരാണോ മദീനയുടെ കാലാവസ്ഥ ക്ഷമിച്ചത്, ആരാണോ മദീനയിൽ ക്ഷമയോടെ താമസിച്ചത്, നാളെ പരലോകത്തവൻ കടന്നു വരട്ടെ. ആരുമില്ലാത്ത പരലോകത്തവൻ ഒറ്റപ്പെട്ട് നടക്കുമ്പോ എന്റെ നഗരത്തിന്റെ കാലാവസ്ഥ ക്ഷമിച്ചതിന് വേണ്ടി അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന് ലോകഗുരുവേ നിത്യദൂതരെ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ലോകത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് മണ്ണിലോട്ട് പോകാൻ. പൊന്നുമോനെ 40,000 രൂപ കൊടുത്താൽ ഒന്ന് ഉംറയ്ക്കെങ്കിലും ഒന്ന് പോയി തിരിച്ചു വന്നുകൂടെ? എത്രയോ പൈസ നമ്മൾ ചെലവാക്കാറുണ്ട്. ആ പൈസ മുഴുവനും ഒന്ന് കൂട്ടിവെച്ച് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് ഒന്ന് കാണാൻ ആ റൗളയുടെ അടുക്കലോട്ട് കടന്നു ചെല്ലുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളക്കൊട്ടാരമുണ്ടല്ലോ, ആ മദീനയിൽ ഒരു അക്രമിക്ക് താമസിക്കാൻ കഴിയില്ല. ആ മദീനയിൽ ഒരു അക്രമിക്ക് താമസിക്കാൻ കഴിയില്ല. മദീനയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക, ആ നാട്ടില് മനസ്സിന് ക്രൗര്യമുള്ളവന്, മനസ്സിന് നിർമല്യമില്ലാത്തവന് അവനെ ഏറെ നാള് മദീനത്ത് ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. അല്ലാഹുവോടെ താമസിക്കാൻ അവന് അനുവാദം കൊടുക്കില്ല. എങ്ങനെയെങ്കിലും അവനെ മദീനത്തിൽ നിന്ന് പുറത്താക്കി കളയും. കാരണം കിടക്കുന്നതാരാ? അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന സ്ഥലമല്ലയോ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ ഭീകരമായ അടയാളമായ ദജ്ജാൽ ലോകത്തുള്ള മുഴുവൻ നഗരങ്ങളിലും കടന്നു പോകും. പക്ഷേ ദജ്ജാൽ എന്റെ നഗരത്തിൽ കയറുകയില്ല. എന്റെ മദീനയിലും എന്റെ മക്കയിലും ദജ്ജാൽ പോലും കടന്നു പോവുകയില്ല. അങ്ങനെ ജുഹൂഫ് പർവ്വതത്തിന്റെ മുകളിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന റൗള ചൂണ്ടിക്കാണിച്ച് സാക്ഷാൽ ദജ്ജാൽ പോലും ചോദിക്കുമത്രേ, ലിമൻ ഹാദൽ ഖസ്റുൽ നബിയൽ, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ചോദിക്കുമ്പോ എന്റെ ലോകാവസാനം ഒരു വിളിപ്പാടകൻ എന്ന പ്രഭാഷണം കേൾക്കുമ്പോ ലോകാവസാനത്തിന്റെ അടയാളമായ ദജ്ജാലിനെ പറയുമ്പോ ഈ വിഷയം വളരെ വിശാലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, മദീനയുടെ മറുഭാഗത്തുള്ള ജുഹൂഫ് പർവ്വതത്തിന്റെ മുകളിൽ കയറി സാക്ഷാൽ ദജ്ജാൽ പോലും ചോദിക്കുമത്രേ, ലിമൻ ഹാദൽ ഖസ്റുൽ നബിയൽ, ഈ വെള്ളക്കൊട്ടാരമാരുടേതാണെന്ന്, ഈ വെള്ളക്കൊട്ടാരമാരുടേതാണെന്ന്. സഹോദരങ്ങളെ, ദജ്ജാലിന്റെ കൂടെയുള്ള 80,000 ജൂതന്മാരെന്ന് മറുപടി പറയില്ല. ആ സമയത്ത് പ്രകാശത്തിൽ മുങ്ങിക്കുളിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് കാണുമ്പോ, റസൂലുള്ളാഹിയുടെ മസ്ജിദ് നബവി കാണുമ്പോ, സ്പെയിനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത, ബർമയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തേക്കുകൾ കൊണ്ട് നിർമ്മിച്ച ആ തേക്കുകൾ ജർമ്മനിയിൽ കൊണ്ടുപോയി പോളിഷ് ചെയ്ത് അതങ്ങനെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി വാതിൽ പാളികളാക്കി കൊണ്ടുവന്ന് ഏറ്റവും സുന്ദരമായ സ്വർണം പൂശിയ പിച്ചള തകടുകൾ ചേർത്ത് വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊട്ടാരം പോലെ ലോകത്തിന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ, എന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ, ഔദുൽ കൗസറിന്റെ നായകന്റെ ഉറക്കറ കിടക്കുമ്പോ മസ്ജിദ് നബവിയിലോട്ട് കയറുന്ന ആരും പറന്നു പോകും. ആയിരക്കണക്കിന് ബൾബുകൾ കത്തിക്കിടക്കുന്ന, ആയിരക്കണക്കിന് തേക്കിന്റെ വാതിലുകൾ സ്വാഗതം പറയുന്ന, നാനാഭാഗങ്ങളിൽ സ്വർണം കുത്തിയ പിച്ചളയ്ക്ക് മുകളിൽ ഖുർആന്റെ ആയത്തുകൾ എഴുതി വെക്കുമ്പോ, ഇലക്ട്രിക് കുപ്പകളെ താനേ നീങ്ങുമ്പോ, ആകാശത്തിന്റെ മേലാപ്പിന്റെ വീട് വെയിൽ വരുമ്പോൾ ഇലക്ട്രിക് കുപ്പ മാറുന്നു, തണുപ്പ് വരുമ്പോൾ അത് വീണ്ടും അടയുന്നു. സ്വയം നിർമ്മിക്കുന്ന ഇലക്ട്രിക് കുപ്പകൾ വിശാലമായ മുറ്റത്ത് കുട വിരിച്ചതുപോലെ വിരിച്ചു നിൽക്കുന്ന ജർമ്മൻ ടെക്നോളജി നിർമ്മിച്ച 147 കൂടാരങ്ങൾ പോലെയുള്ള കൂടാരങ്ങൾ. സഹോദരങ്ങളെ, ആര് സമ്മതിച്ചു പോകും? ഇതാണ് ലോകത്തിന്റെ മാണിക്യ കൊട്ടാരം. ആ മാണിക്യ കൊട്ടാരം കാണുമ്പോ ദജ്ജാൽ പറയും, ഇതാരുടെ കൊട്ടാരമെന്നറിയോ? ഹാദാ ഖസ്റു മുഹമ്മദ്, ഹാദാ ഖസ്റു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
വസല്ലം ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊട്ടാരമാണെന്ന് ദജ്ജാലിന് പോലും അങ്ങകലെ മാറി നിന്നിട്ട് കൊതിയോടെ നോക്കാനല്ലാതെ ദജ്ജാൽ കടന്നു വരാത്ത ഭൂമി ആ ഭൂമിയാണ് മദീന മദീന മദീന. സഹോദരങ്ങളെ, ആ മദീനയിൽ മനസ്സിലെ നന്മയുള്ളവരെ മദീന സാക്ഷി നിൽക്കൂ. മനസ്സിലെ നന്മയുള്ളവരെ മദീനയാവാൻ കഴിയൂ. അല്ലാഹു ആ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബോധം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെയാ മദീന മദീനയായിടെന്നറിയോ? ഇനി ആ മദീനയിലെ അന്തേവാസികളെ ഞാൻ പരിചയപ്പെടുത്താം. ഇതേവരെ പറഞ്ഞത് മദീനയുടെ പൂരുഷ. ഇനി ആ മദീനയിലെ അന്തേവാസിയാരാ? ആദ്യത്തെ അന്തേവാസിയെ നമുക്കറിയാമല്ലോ. എന്റെയും നിങ്ങളുടെയും നേതാവ്, നമ്മുടെ കൽബിന്റെ രാജാവ്, ബഹുമീവ വസൂലി വാഹിദു യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഭാഗത്തോട്ട് കിടക്കുകയാ. ആരോ മദീനത്ത് കിടന്നുറങ്ങുന്നതെന്നറിയോ? ഈ അന്തരീക്ഷത്തിൽ ആരുടെ നാമമാണോ? ഒരു സെക്കൻഡ് പോലും മലയടിക്കാതിരിക്കുന്നത്. ഓരോ സെക്കൻഡിലും അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന അന്തരീക്ഷവായു. സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ എത്രയോ ഏകാധിപതികള്, സർവാധിപതികള്, സ്വേച്ഛാധിപതികളും കടന്നു പോയിട്ടുണ്ട്. അഡോൾഫ് ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനിയും നെപ്പോളിയൻ ബോണപ്പാർട്ടും ഗ്രേറ്റ് അലക്സാണ്ടറും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളെ സംഭരിച്ച എത്രയോ നായകന്മാര് കടന്നുപോയി. മാർക്സ് കടന്നുപോയില്ലേ? എംഗൽസ് കടന്നുപോയില്ലേ? സ്റ്റാലിൻ കടന്നുപോയില്ലേ? ലോകത്തിലെ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ചരിത്രത്തിൽ കടന്നുപോയില്ലേ? യവന ദർശനകലയുടെ താത്വികാചാര്യനായ സോക്രട്ടീസ് കടന്നുപോയില്ലേ? അരിസ്റ്റോട്ടിൽ കടന്നുപോയില്ലേ? മാർസിന്റെ ഭൗതിക ശരീരം ഇന്നും ലോകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? പക്ഷേ സഹോദരങ്ങളെ, സാക്ഷാൽ ലോകത്തോട്ട് കടന്നു വന്ന യേശു ക്രിസ്തുവും കടന്നുപോയി. യേശു ക്രിസ്തുവും കടന്നുപോയി. സഹോദരങ്ങളെ, മോസസും കടന്നുപോയി, മൂസാനബിയും കടന്നുപോയി. ആയിരക്കണക്കിന് അവതാരങ്ങളുള്ള ഭാരതഭൂമിയിൽ ശ്രീകൃഷ്ണൻ കടന്നുപോയി, ബുദ്ധവീരൻ കടന്നുപോയി, വർത്തമാന വീരനും കടന്നുപോയി. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ, മരിച്ചു മണ്ണിന്റെ അടിയിലോട്ട് കടന്നുപോയിട്ട് ആരുടെയെങ്കിലും ഒരു നാമം ഈ അന്തരീക്ഷത്തിൽ 24 മണിക്കൂർ പറയപ്പെടാത്ത ഒരു നാമമുണ്ടെങ്കിൽ ആരെയും ഓർക്കാൻ ആരോടും പറയാതെ 24 മണിക്കൂറും ഭൗമോപരിതലത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ ഉടമയാണ് മദീനയുടെ ഏറ്റവും വലിയ അന്തേവാസി. ആരാന്നറിയോ? ആരാന്നറിയോ? 5 നേരം ഇസ്ലാമിക പള്ളിയുടെ മിനാരത്തിലൂടെ ബാങ്കിന്റെ ഒലി മുടങ്ങുമ്പോ ഓരോ സമയത്തും ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മിനാരത്ത് നിന്ന് ഇവിടെ ഒരു വലിയ സാധു വിഭാഗം നടക്കുമ്പോ ഇതുപോലുള്ള നന്മകളിൽ ആയിരക്കണക്കിന് സഹായഹസ്തങ്ങൾ നീട്ടിയ എന്റെ ബഹുമാന്യമായ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ജമാഅത്ത് പ്രസിഡന്റ് അൽഫ അബ്ദുൽ ഖാദർ ഹാദി സാഹിബ് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാവിലെ ഇന്നലെ വൈകുന്നേരം ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും മഹാനായ ക്രിക്കറ്റർ എന്ന് ലോകം പരിചയപ്പെടുത്തിയ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ 100ാമത്തെ സെഞ്ചുറി അടിച്ചപ്പോ ഞാൻ പാതി സച്ചിൻ പാടി. പണ്ട് നമ്മുടെ പടങ്കൽ അങ്ങനെ ആയിരുന്നില്ല. താൻ പാതി ദൈവം പാതി എന്നെടുത്തെടുത്ത് സഹോദരങ്ങളെ ദൈവത്തെ വെട്ടിമാറ്റി ആധുനിക ഇന്ത്യയിൽ മറ്റൊരു ദൈവത്തിന്റെ പേര് സൃഷ്ടിക്കുമ്പോ താൻ പാതി സച്ചിൻ പാതി എന്ന് പറഞ്ഞ് സച്ചിൻ ടെണ്ടുൽക്കറിനെ ദൈവമാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഹൃദയത്തിന്റെ ഉള്ളിലെ ഭൗതിക ദൈവമല്ല, ആ ഹൃദയത്തിന്റെ ഉള്ളിലൊരു നായകനെ വെക്കണം. മദീനയുടെ ആദ്യത്തെ അന്തേവാസിയെ ഞാൻ പരിചയപ്പെടുത്തുകയാ. പൊന്നുമോനെ, ഹൈന്ദവരാരാധിക്കുന്ന ഹൈന്ദവ സഹോദര ആരാധിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഹൈന്ദവ സഹോദരങ്ങളുടെ പൂജാമുറിയിലുണ്ട്. അവരുടെ പരമശിവന്റെ ഫോട്ടോ ഹൈന്ദവ സഹോദരങ്ങളുടെ പൂജാമുറിയിലുണ്ട്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുൾക്കിരീടം ധരിച്ച ഫോട്ടോ അവരുടെ കുർബാന നടത്തുന്ന അൽത്താരയുടെ മുകളിലുണ്ട്. പക്ഷേ എന്റെയും നിങ്ങളുടെയും നമസ്കരിക്കുന്ന റൂമിന്റെ മുമ്പിൽ, നാം നമസ്കരിക്കുന്ന ഹദ്ദാദ് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമില്ല. ഹദ്ദാദ് ജുമാ മസ്ജിദിന്റെ മിഹ്റാബിലില്ല. ആരെങ്കിലും അവന്റെ പള്ളിയുടെ മുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചിത്രമെങ്ങാനും വരച്ചു വെച്ച അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നിരിക്കെ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത് എവിടെയാ? അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നത് എവിടെയാ?
कहते रहते मुस्तफा आशिकों की सीनों में, कहते रहते मुस्तफा आशिकों की सीनों में. അള്ളാന്റെ റസൂലിരിക്കുന്നത് ആഷിക്കിന്റെ സ്നേഹിക്കുന്നവന്റെ നെഞ്ചിന്റെ ഉള്ളിലാ. പൊന്നുമോനെ കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാമിനിങ്ങാണ് നെല്ലിക്കുന്ന് പള്ളത്ത് പ്രസംഗിക്കാൻ വരുമ്പോ അവിടെയും ഇതേപോലെ കുറെ ചെറുപ്പക്കാര് ജീവകാരുണ്യ പ്രസ്ഥാനത്തിന് വേണ്ടി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാസർഗോഡ് ചെറുപ്പക്കാരെല്ലാത്തിന്റെയും മുമ്പന്തിയിലുണ്ട്. ഏറ്റവും പുതിയ വസ്ത്രം വന്നാൽ അത് ധരിക്കുന്നത് നിങ്ങളാ. ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ വന്നാൽ പൊന്നു ചെറുപ്പക്കാരാ നിങ്ങളാണത് കൊണ്ടുവരിക. ഹെയർ സ്റ്റൈലിന്റെ കാര്യത്തിൽ കാസർഗോഡ് ചെറുപ്പക്കാരെല്ലാം കേരളത്തിന്റെ 14 ജില്ലയിൽ വേറൊരു ചെറുപ്പക്കാരില്ല. പക്ഷേ അതേ ചെറുപ്പക്കാർ തന്നെ മാസങ്ങളോളം ഉറക്കളച്ച് ഈ മഹ 2012 പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ എല്ലാവരും അധ്വാനിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയുകയാ, നെഞ്ചു തുറന്നു കാണിച്ചാൽ ആ നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാകണം ആരെന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പൊന്നുമോനെ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ച നീയാണ്, കണ്ണ് തുറന്ന നീയാണെന്ന് കാമുകിയുടെ കണ്ണിൽ പാടിക്കൊടുക്കുന്ന ആഭാസമല്ല. നെഞ്ചിനുള്ളിൽ ആയിരിക്കണം. ആരായിരിക്കേണ്ടതെന്നറിയോ? നെഞ്ചിനുള്ളിൽ ആരായിരിക്കേണ്ടതെന്നറിയോ? ബേക്കൽ കോട്ടയുടെ മറുഭാഗത്ത് മടിയിൽ തലവാഴ്ച വെച്ച് കണ്ണിലോട്ട് സ്വറ പറയുന്ന കാമുകിയല്ല. മുസ്തഫ ഹൃദയം തുറന്ന് കാണിച്ചാൽ ഓ ഹൃദയത്തിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ രാജാവുണ്ടാകണം. ആ രാജാവാരെന്നറിയോ? നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ